കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് രാജഗോപാൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടെലിഗ്രാഫിന്റെ എഡിറ്ററായിരുന്ന മൂന്നര പതിറ്റാണ്ടോളം കാലം കൊൽക്കത്തയിൽ താമസമാക്കിയ കൊൽക്കത്തക്കാരനായി ഇത്രകാലം ജീവിച്ച അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരില്ലാതെയാവുകയും ഈ സമയത്ത് ഇപ്പോ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അടക്കം ഇല്ലാതാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സാർ ഈ ഒരു ഇത്തരമൊരു അനുഭവം, എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പൗരാവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഇത് തന്നെയാണ്. അപ്പൊ പലരും ചോദിക്കുന്നത് എന്നോടുള്ള എന്റെ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടികളോ അങ്ങനെയാണെന്നും എനിക്ക് തെളിവില്ല. പക്ഷെ ഇത് പൗരാവകാശ ലംഘനമാണെന്നാൽ യാതൊരു സംശയമില്ല. സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് SIR പ്രക്രിയ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വോട്ടർ പട്ടികയിലെ ആളുകളുടെ പേര് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന് യോഗ്യരല്ലാത്തവരുടെ പേര് പുറത്താക്കാനുള്ള ഇതാണെന്ന് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോർട്ട് അത് ഈ SIR അപ്ഹോൾഡ് ചെയ്ത് വളരെ പ്രത്യേകം പറഞ്ഞു, ഇതിന് മാത്രമേ ഈ സംഭവം ഈ ഡേറ്റ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ആരുടെയെങ്കിലും കുറിച്ച് അവരുടെ പൗരത്വ ഇതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേര് നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, യൂണിയൻ ഹോം മിനിസ്ട്രി, കേന്ദ്ര ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന് അയക്കുകയും അവരാണ് അത് തീരുമാനമെടുക്കേണ്ടത് പൗരത്വത്തെക്കുറിച്ച് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തമായ ജഡ്ജ്മെന്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ്, കൽക്കത്ത പോലീസ് ബംഗാളിലെ പോലീസാ, കൽക്കത്ത പോലീസ് ഈ SIR എന്റെ പേര് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് റിന്യൂവലിന് വെരിഫിക്കേഷൻ തരില്ല. ഇതേ പോലീസ് തന്നെയാണ് 2005 ഞാൻ ആദ്യം പാസ്പോർട്ട് എടുക്കുന്ന 2005 അത് ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന ഇതേ ഫ്ലാറ്റിലെ ഇതേ അഡ്രസ്സിൽ തന്നെ ഇവിടെ തന്നെയാണ് പോലീസ് വെരിഫിക്കേഷൻ ചെയ്തത്. പിന്നീട് 10 വർഷം കഴിഞ്ഞ് ആ പാസ്പോർട്ട് എക്സ്പയർ ചെയ്യുകയും 2015 അത് റിന്യൂ ചെയ്തതും വീണ്ടും ഇതേ അഡ്രസ്സിൽ നിന്നാണ് അപ്ലൈ ചെയ്തത്. ഇതേ അഡ്രസ്സ് തന്നെയാണ് പോലീസ് വെരിഫൈ ചെയ്തത്. അങ്ങനെ അതും കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ 2025 ഒക്ടോബറിൽ എക്സ്പയർ ചെയ്യും. അത് റിന്യൂ ആൻഡ് ഈ വർഷം ഫെബ്രുവരി ഞാൻ റിന്യൂ ആൻഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് എന്റെ ബയോമെട്രിക്സ് നടന്നപ്പോഴൊന്നും പാസ്പോർട്ട് നിങ്ങൾക്ക് വോട്ടർ ID ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അപ്പോൾ അവർ പറയേണ്ടതാണ്. കാര്യം 1500 രൂപ വാങ്ങിച്ചാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്, ചുമ്മാ അല്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പം ഒരു സർവീസ് ചെയ്യുമ്പോൾ അത് പറയണ്ടേ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപേക്ഷിക്കില്ല, വേറെ നമ്മൾ അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോകും. അപ്പോൾ ഇത് കഴിഞ്ഞ് പോലീസാണ് പറയുന്നത് നിങ്ങളുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ റിസ്റ്റോർ ചെയ്യുന്നത് വരെ ഞങ്ങൾ ക്ലിയറൻസ് തരില്ല എന്ന്. അപ്പൊ അത് അടുത്ത നമ്മുടെ ഒരു പൗരൻ നിലയിൽ നമ്മുടെ ചോദ്യം എന്താണ്, ഇത് ഏത് നിയമത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തത്? ഏത് ഒരു ഗവൺമെന്റ് ഓർഡറോ മെമ്മോയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണിക്കാമോ നമുക്കറിയാൻ വേണ്ടി. അപ്പൊ അവർ തയ്യാറല്ല. അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു പൗരൻ നിലയിൽ ഞാനിപ്പോ കരുതുന്നത് എന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. അപ്പൊ അത് ഗവൺമെന്റ് അങ്ങനെ അല്ല എന്ന് തോന്നുന്നെങ്കിൽ അത് എന്റെ കൺസേൺ ഗവൺമെന്റ്, എന്നെ മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതുള്ളൂ. അപ്പൊ അവരുടെ കൺസേൺ അഡ്രസ് ആയിട്ട് ഗവൺമെന്റ് ഒരു ക്ലാരിറ്റി വരുത്തണം. അതായത് SIR പേര് വെട്ടിയവർക്ക് ഇനിമേൽ ഇന്ത്യയിൽ പാസ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനോ പറ്റില്ല എന്നൊരു വ്യക്തമായിട്ട് പറയണം. അങ്ങനെ പറയുമ്പോൾ നമുക്കത് വീണ്ടും കോടതിയിലോ മറ്റടുത്ത് പോയി ഇങ്ങനെ അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് കോടതിയുടെ അടുത്ത് പറഞ്ഞ എന്ന് പറഞ്ഞ് അതിനെ ചലഞ്ച് ചെയ്യും. പക്ഷെ ഇപ്പോ നമ്മളൊരു ഡാർക്ക്നെസ്സിലാണ്, ഒരു പോളിസി ഹെയ്സ് ആണ്, പോളിസി കൺഫ്യൂഷനാണ്. അപ്പൊ ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു പൗരൻ നിലയിൽ എന്റെ അവകാശമാണ്. എനിക്ക് പാസ്പോർട്ട് തരണമെന്നല്ല ഞാൻ പറയുന്നത് ഈ പോളിസി ക്ലിയർ ചെയ്യും. നിങ്ങൾ ഏത് നിയമം വെച്ചാണ് ഈ തീരുമാനം എടുത്തതെന്ന് അറിയിക്കുക. അത് കഴിഞ്ഞാലേ എനിക്ക് അതിന്റെ അനന്തര നടപടികൾ എടുക്കാൻ പറ്റും. പക്ഷെ അതുപോലും അവർ ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് കത്തെഴുതിയെന്നോ അല്ലെങ്കിൽ അതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എങ്ങനെയാണ് അതിനെ അത്തരം കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അല്ല, അദ്ദേഹം അത് ചെയ്തതിൽ ഇതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തതിൽ ഞാൻ വളരെ കൃതജ്ഞതയുള്ള ആളാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് അതിന്റെ ഫലം എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രി ലെവലിൽ ഇടപെട്ടുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതുണ്ടായാൽ പോലും ഇതിന്റെ പിന്നിൽ ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയതോ സംസാരിക്കുന്നതോ എനിക്ക് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയില്ല. എനിക്കിപ്പോ പാസ്പോർട്ട് കിട്ടിയിട്ട് നാളെയോ മറ്റന്നാളോ എവിടെയെങ്കിലും പോകാനായിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല, അങ്ങനെയില്ല. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ തന്നെ കാണും. പക്ഷേ എന്നെ പോലെ മറ്റൊരുപാട് പൗരന്മാർക്ക് അപ്പോഴും പോളിസി ക്ലാരിറ്റി ഇല്ല. അപ്പൊ എനിക്ക് വെറുതെ പാസ്പോർട്ട് തന്നിട്ട് കാര്യമില്ല. ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ ഇല്ലയോ എന്ന്, അതായത് സാർ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാതെ നമ്മൾ ഈ ഇൻഡിവിജ്വൽ കേസ് ബൈ കേസ് പോകുന്നതിനോട്ട് എനിക്ക് അത്ര അതുകൊണ്ട് പ്രശ്നം നമ്മൾ പറയുന്നത് പരിഹരിക്കപ്പെടുന്നില്ല. ഒരു പൗരന്റെ അവകാശം എന്താണെന്ന് വളരെ വ്യക്തമായി പറയേണ്ടത്. അപ്പൊ അത് എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ജുഡീഷ്യറി ഇടപെട്ട് അത് ക്ലാരിഫിക്കേഷൻ വരുന്നത്.
ജുഡീഷ്യറിയും ചെയ്തില്ലെങ്കിൽ പാർലമെന്റിൽ നമ്മുടെ പ്രതിപക്ഷ എംപിമാരും മറ്റ് സമാനമായ ഭരണപക്ഷത്തിലുള്ള എംപിമാരും എല്ലാവരും കൂടെ ഇടപെട്ട്, കാര്യം ഇത് എല്ലാവരും എഫക്ട് ചെയ്യുന്നതാണ്. ഇത് ഒരു പ്രത്യേക പാർട്ടിയെയോ ഒരു പ്രത്യേക മതക്കാരെയോ പ്രത്യേക അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം അഫക്ട് ചെയ്യുന്നതല്ല, എല്ലാ ഇന്ത്യക്കാരെയും അഫക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം, ഇപ്പൊ എന്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം അല്ലായിരിക്കും, പക്ഷെ എത്രയോ പാർശ്വവൽക്കരിക്കപ്പെട്ട ക്ഷേമപ്രവർത്തനങ്ങൾ പോലും അവരുടെ പേര് നീക്കം ചെയ്യപ്പെടുമെന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ ആണെങ്കിൽ അത് വ്യക്തത വരുത്തേണ്ട സമയം അതിക്രമിച്ചു കിടന്നിരിക്കുക. അത് മാത്രമല്ല ബംഗാളിൽ മാത്രം പ്രശ്നമല്ല, ബീഹാറിലുണ്ട്, ആസാമിൽ ആശങ്കയുണ്ട്, ഇനി ഇന്ത്യയിൽ മറ്റ് പല, ഇപ്പൊ കർണാടകത്തിൽ എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളുള്ള SIR തുടങ്ങുകയാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഈ ഒരു ആശങ്കയ്ക്ക് ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്ക് മാത്രമേ ഈ പോളിസി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എന്താണ് പോളിസി എന്നുള്ള കാര്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സാറ് ടെലിഗ്രാഫ് പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന ഒരാളാണ്. മാത്രമല്ല ഇത്രയും കൊല്ലം കൽക്കത്തയിൽ ജീവിച്ച ഒരാളാണ്. എല്ലാ നിലയ്ക്കും കുടുംബം വെച്ചാൽ അവിടെ തന്നെ ആ ഡ്രസ്സ് സാർ ഇപ്പൊ പറയണ്ടായി. അപ്പൊ ഇങ്ങനെ ഒക്കെയാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ നിലയ്ക്കും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ പിന്നെ അനുഭവം ഇതാവുമ്പോൾ സാർ പറഞ്ഞ പോലെ ഈ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയിലെ മനുഷ്യരുടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത്രയും അധികം മനുഷ്യരെ, ലക്ഷക്കണക്കിനായിട്ടുള്ള മനുഷ്യരെ അവരുടെ പൗരത്വം ആശങ്കയിലാവുന്ന ഒരു അവസ്ഥയാണ് ഈ SIR ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അതിനെ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിസ്സഹായം. എന്റെ അവസ്ഥ പോലും ഇങ്ങനെ ഇതൊക്കെ ഇതിലൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാലും ഞാനും വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നു. കാര്യം ഞാൻ പല പത്രക്കാരെയും പത്രാധിപരമായി സമീപിച്ച് എന്റെ ഈ ഡീറ്റെയിൽസ് ചോദിക്കുകയും അവരാരും എന്നെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കൂടെ പറയട്ടെ. അത് മാത്രമല്ല പലരും എന്നെ വളരെ ലാഘവത്തോടുകൂടിയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, അവർ ശരിക്കോ നിന്റെ പേര് വെട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പത്രക്കാരുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ പത്രക്കാർ സംസാരിക്കാൻ എനിക്ക് മനസ്സിലായി. ഒന്ന്, ഈ പല പത്രക്കാർക്കും ഇത് SIR എന്താണെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. കാര്യം അവർ അഫക്റ്റഡ് അല്ല, അതുകൊണ്ട് അവർ ബോധവടല്ല. ഈ അഫക്ട് ചെയ്തിരിക്കപ്പെട്ടിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രമായിട്ടുള്ള ആളുകളാണ്, അല്ല അവരല്ല. അതുകൊണ്ട് അവർക്ക് അതില്ല, അതുകൊണ്ട് താല്പര്യമില്ല. രണ്ട്, ഇതിന്റെ ഈ തീർച്ചയായിട്ടും SIR പ്രക്രിയ എന്താണെന്ന് അറിയാത്തത് ഇതിന്റെ വിദൂരമായ കോൺസിക്വൻസസ് എന്താണെന്നും ഇവർക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് രണ്ടും വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ എന്നിലേക്ക് ഇപ്പോഴും പലരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളിലെ ചില എഡിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതായത് അവനെന്തോ ഒരു വലിയ ഗ്ലോറിഫൈഡ് വിക്ടിമായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്, ഇന്ത്യയിൽ എത്രയോ നൂറുകണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നതെന്ന് അവൻ അറിയുന്നില്ല. അപ്പൊ പ്രശ്നം ഇതാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കാര്യം പ്രശ്നം പറയുകയാണെങ്കിൽ അത് ഉടനെ പറയും അത് നമ്മളുടെ ഗ്ലോറിഫൈഡ് ഇരവാദമാണ്, ഇരയാവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ പറയുന്നത് നിനക്ക് എന്ത് കാര്യം ചെയ്തു. അപ്പൊ എന്ത് ചെയ്താലും നമ്മൾ ഒരു പരിധി വരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ടല്ല എന്നിലേക്ക് ഇത് ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ ആയിട്ട് ചുരുക്കരുത് എന്ന് വിചാരിച്ചാണ് ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിക്കായിരുന്നത്. ഞാൻ അത് എഴുതേണ്ടി വന്നത് ഒരു കത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ എഴുതിയ കാര്യങ്ങളാണ് പുറത്തു വരികയും അത് പിന്നീട് ഇപ്പൊ ഒരു 2 ദിവസമെങ്കിലും ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുള്ളത്. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മോളുടെ മാരേജിന് സാറുടെ മകൾ വിദേശത്താണ്, അവിടെ വെച്ചിട്ട് വിവാഹം നടക്കുന്നു. അപ്പൊ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ശ്രമം ശരിക്കും അതിന് സാധിക്കാതെ വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരെ സംബന്ധിച്ചുള്ള ഒരു ഫാദർ എന്നുള്ള നിലയിൽ അതിന്റെ ഒരു സങ്കടം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, ഒരു വിഷമാണ്. അപ്പൊ ആ ഒരു സന്ദർഭം ആയിരിക്കുമല്ലോ പെട്ടെന്ന് ഇതൊരു ആ രീതിയിൽ അത് ശരിക്കും വളരെ ഒരു ചെറിയ എന്റെ നോട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു വരിയാണ് ഞാൻ വെറുതെ ഒന്ന് സാന്ദർഭികമായിട്ട് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നില്ല എന്റെ കല്യാണത്തിന് പോകാതിരിക്കാൻ വേണ്ടി അവർ ആരെങ്കിലും ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ പാസ്പോർട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അത് ഫെബ്രുവരി 27-ാം തീയതി മകളുടെ കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു എന്നതിലും എനിക്ക് തീർച്ചയില്ല. എന്ന് മാത്രമല്ല പോകണമെന്നുള്ള ഞാൻ പ്ലാൻ ഒന്നും ഫൈനലൈസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, ഞാൻ പോകണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, മകളുടെ കല്യാണം ഏപ്രിൽ 17-നായിരുന്നു, അങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാര്യം അപ്പോഴേക്കും എനിക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ആംഗിൾ ഒന്നും അല്ലാതെ ഇത് കാരണമാണ് എനിക്ക് പോകാൻ പറ്റാത്തത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയില്ല. അതുകൊണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തിയിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുക്കണ്ട. പിന്നെ വേറെ എന്നെ പലരും ഒരുപാട് കിട്ടും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വസ്തുതകൾ പറയണം. ഒരു വിവാഹത്തിന് അത്യാവശ്യം എന്ന് പറയുന്നത്
ഒരു വധുവും വരനും 4 സാക്ഷികൾ വേണം. മറ്റാർക്കും അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇടിച്ചു കയറി അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്നുള്ള, അപ്പൊ അത് ഇഷ്യൂ അല്ലേ. പക്ഷെ ഞാൻ പറയുന്ന മറ്റ് ഇപ്പൊ ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും ആളുകൾക്ക് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സഞ്ചരിക്കുക എന്നുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമല്ലേ. അതിൽ നമ്മൾ ആരെയും കൈകടത്താൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ കല്യാണമാണോ എന്നുള്ള അതൊരു വലിയ വലിയ കോയിൻസിഡൻസ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാത്തത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വെൽഫെയറിനെ കൂടെ ഇവരിങ്ങനെ അഫക്ട് ചെയ്യാൻ, അതായത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പേര് വെട്ടി എന്നാൽ അപ്പീൽ കൊടുക്കാത്തവരെ അതിനകത്ത് പങ്കെടുപ്പിക്കില്ല എന്നൊരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഭയാനകമാണ്. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽക്കട്ടയിലെ ഒരു പത്രത്തെ വായിച്ചു. ഒരു വനിത ഒരു കൺവെൻഷനിൽ, ഡിജിറ്റൽ വോട്ടേഴ്സിന്റെ കൺവെൻഷനിൽ പറയണം, അവര് പറയണം അവരുടെ പേര് SIR വെട്ടി, അതിനുശേഷം അവരൊരു കുഞ്ഞിനെ ജന്മം നൽകിയപ്പോ ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലോക്കൽ അതോറിറ്റി കൊടുക്കാൻ വിസമ്മതിക്കണം. അതായത് കാര്യം എന്താണ്, അമ്മയുടെ പേര് SIR ഇല്ല എന്നുള്ളത്. ഇതൊക്കെ വളരെ ആ കുഞ്ഞെന്ത് പഴിച്ചു, അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അതിന്റെ അവകാശമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം സത്യമാണെങ്കിലോ അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നിയെങ്കിലും പിന്നീട് അത് സത്യമായി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഗവൺമെന്റ് ഒരു പോളിസി ക്ലാരിറ്റി വരുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ ജീവിക്കുകയാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാല് ഇത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു വലിയ ജനവിഭാഗത്തെ അപരവൽക്കരിക്കുകയും അവരുടെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും പൗരാവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് SIR എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എങ്ങനെയാണ് ഇനിയിപ്പോ എന്താണ് ഇതിന്റെ ഒരു പോംവഴി, മുന്നോട്ട് പോക്ക്? പോംവഴി നമുക്ക് 3 പോംവഴിയുള്ളൂ. വേറെ പോംവഴി ഞാൻ കാണുന്നില്ല. ഒന്ന് എക്സിക്യൂട്ടീവ് ഒന്നിൽ പോളിസിക്കലായിട്ട് വരുത്തുക, ജുഡീഷ്യറി ഇന്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികൾക്കകത്തുള്ള, നേരത്തെ പറഞ്ഞത് എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പാർട്ടിയെ മാത്രമല്ല. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ക്ലാരിറ്റി നിർബന്ധിച്ച് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ തോന്നും ഇത് മനഃപൂർവ്വം, കാര്യം ഓരോ ഡിമോണിറ്റേഷൻ തൊട്ട് നമ്മൾ കാണുന്നതാണ്, നമ്മൾ നിരന്തരം ഈ ടെൻഷനിൽ നിർത്തുക എന്നുള്ളത്. നമുക്ക് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, ഒരു പ്രശ്നമില്ലാത്ത പല കാര്യങ്ങളിലും നിരന്തരം ടെൻഷനിൽ നിർത്തുക എന്നുള്ളത് എനിക്ക് തോന്നി ഈ ഗവൺമെന്റ് ഒരു വിനോദമായിട്ട് എടുത്ത പോലെ, നമ്മൾ മനുഷ്യരെ ശല്യപ്പെടുത്തുക എന്നുള്ളത് അവർക്കൊരു ഒരു ഹരമായി മാറുന്ന പോലെ. അപ്പൊ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാർച്ച് തൊട്ട് പേര് വെട്ടിയതിനു ശേഷം പാസ്പോർട്ട് ഡിലേ ആയി. അപ്പൊ ഞാൻ എന്റെ മിക്കവാറും ദിവസങ്ങൾ ചെലവഴിക്കുന്ന, ഞാനിപ്പോ രാവിലെ എണീറ്റ് എന്റെ സ്റ്റേറ്റസ് എന്റെ അപ്പീൽ പെൻഡിങ് ആണ്, അതിന്റെ സ്റ്റേറ്റസ് നോക്കും. പിന്നെ പാസ്പോർട്ട് സ്റ്റേറ്റസ് നോക്കും. അത് കഴിഞ്ഞ് 1959 എന്റെ അമ്മ പഠിച്ച സ്കൂളിലെ ഇമെയിൽ അഡ്രസ് നോക്കിയിട്ട് അവർക്ക് മാർക്ക് ലിസ്റ്റ് വേണ്ടി എഴുതുക. അച്ഛൻ എന്റെ പഴയ സുഹൃത്തുക്കളെ വിളിച്ച് അച്ഛനെ കുറിച്ചുള്ള ഫോട്ടോ ഉണ്ടോ, അദ്ദേഹത്തെ എന്തെങ്കിലും പത്രക്കട്ടിങ് അദ്ദേഹം പങ്കെടുത്ത ഇതിന്, കാര്യം അവർ രണ്ടുപേരും ഇവിടെ ഇന്ത്യക്കാരായിട്ട് ജീവിച്ചിരുന്നു എന്നൊരു തെളിവുകൾക്ക് വേണ്ടി ഞാൻ നോക്കണം. അപ്പം ഫലത്തിൽ സംഭവിക്കുന്നത് 2026 ഞാൻ ഇവിടെ ചെയ്യുന്ന 1959 നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഗഹനമായി കൽക്കട്ട ഇരുന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ശരിക്കും ചെയ്യേണ്ട ഒരു പൗരൻ നില എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ട ഈ പ്രസന്റിൽ എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അവരെന്തെങ്കിലും ചെയ്യുന്നു, പൊല്യൂഷനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വിലക്കയറ്റത്തിനെ കുറിച്ച് അവരെന്താണ് ചെയ്യുന്നത്, തൊഴിലില്ലായ്മയെ കുറിച്ച് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്റെ സമയം പോകുന്ന 1959 ഒരു സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയുടെ മാർക്ക് ലിസ്റ്റിന്റെ എന്റെ നമ്പർ എത്രയാണ് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സർക്കാരിന് വേണ്ടത്. നമ്മൾ ഇങ്ങനെ പല ഈ സർറിയലിസ്റ്റിക് ആയിട്ടുള്ള പല യുഗങ്ങളിൽ തളച്ചിടുക എന്നുള്ളത് അത് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൽ സാറിന് അത് വിജയം വരിക്കാനാവട്ടെ. മാത്രമല്ല ഇത് സാറിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ ഈ രീതിയിൽ SIR-ലൂടെ പൗരത്വം നഷ്ടമാവുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെയൊക്കെ അവകാശങ്ങൾ തിരിച്ച് ലഭിക്കാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി, താങ്ക് യു.